പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ച ഇന്ത്യയും ന്യൂസിലാൻഡും സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനും കയറ്റുമതിക്കാർക്ക് വിപണി പ്രവേശനം വിപുലീകരിക്കാനും ലക്ഷ്യമിടുന്ന വ്യാപാര കരാറാണ് അന്തിമമായത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. 15 വർഷത്തിനുള്ളിൽ ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏകദേശം $20 ബില്യൺ നിക്ഷേപം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കരാറിന് കീഴിൽ ന്യൂസിലാൻഡ് എല്ലാ ഇന്ത്യൻ കയറ്റുമതികൾക്കും തീരുവരഹിത വിപണി പ്രവേശനം നൽകും. 2025 മാർച്ചിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് കരാറിനായുള്ള ചർച്ചകൾ ആരംഭിച്ചത്. 5 ഔപചാരിക റൗണ്ടുകളും നിരവധി നേരിട്ടുള്ളതും വെർച്വലുമായ ചർച്ചകളും നടത്തിയ ശേഷം കരാറ് അന്തിമമായത്. ചരിത്രപരവും പരസ്പര പ്രയോജനകരവുമായ ഒരു കരാറിന്റെ സമാപനമെന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസിലാൻഡിന് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമെന്ന് പ്രധാനമന്ത്രി ക്രിസ്റ്റഫറും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിൽ Today is a big day for New Zealand. We have just concluded a free trade agreement with India. This is a landmark trade deal, reducing or removing tariffs on 95% of our exports to India. We said we'd secure a free trade agreement with India in our first term, and we've delivered. This is a free trade agreement with New Zealand, which is both comprehensive and forward-looking. It's a very multifarious engagement, particularly to benefit our farmers and dairy through technical collaboration, which will help them upgrade quality, productivity, and therefore the incomes of our farmers and dairy persons. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഒപ്പുവച്ചുവെന്നൊരു വിവരമാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനും കയറ്റുമതിക്കാർക്ക് വിപണന പ്രവേശനം വിപുലീകരിക്കാനും ലക്ഷ്യമിടുന്ന വ്യാപാര കരാറിനാണ് ഇപ്പോൾ അന്തിമമായിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാകുന്നു. 15 വർഷത്തിനുള്ളിൽ ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏകദേശം $20 ബില്യൺ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. കരാറിന് കീഴിൽ ന്യൂസിലാൻഡിലെ എല്ലാ ഇന്ത്യൻ കയറ്റുമതികൾക്കും തീരുവരഹിത വിപണന പ്രവേശനം നൽകും എന്നുകൂടി ഇപ്പോൾ പുതിയൊരു വിവരം ലഭിച്ചിരിക്കുന്നു.